അനീഷേട്ടന്റെയും അനുവിന്റെ പ്രണയമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കണ്ടേ? ആദിലയോടെ കണ്ണാടിയുടെ മുമ്പ് വെച്ച് പറയുന്നുണ്ട്, നോ പറയാൻ നിമിഷം മാത്രം മതി, ഒരുപാട് സമയമൊന്നും വേണ്ടാന്ന്. ലാലേട്ടൻ പറയുന്നു അവർക്ക് ആലോചിക്കാൻ ഒരുപാട് സമയം വേണ്ടേന്ന്. പക്ഷേ മേക്കപ്പ് റൂമിൽ വെച്ച് അനുമോൾ പറയുന്നുണ്ട് ഇതൊക്കെ നോ പറയാൻ നിമിഷം മതി എന്ന്. ദെൻ ഫ്രണ്ടാണ് താലി കെട്ടാൻ താല്പര്യമില്ല എന്ന്. ഞാൻ അപ്പോഴേ നേരത്തെ പറഞ്ഞില്ലേ, ഇത് വെറും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു തരത്തിലുള്ള പ്രണയ നാടകം. അനീഷ് ഒരുപാട് മാറിപ്പോയി. എന്റെ 15 വയസ്സിൽ അനീഷേ അല്ല ഇപ്പൊ. അങ്ങനെയല്ല. പിന്നെ നമുക്ക് ഈ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് എനിക്ക് 100% എനിക്കറിയാം. എന്താ പറയാ, അനുവിന്റെ കോൺസെപ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്ത്രീ വിരോധിയായിട്ടുള്ള ഒരാൾ പിന്നെ 100 ദിവസം ഒരു വീട്ടിൽ നിൽക്കല്ലേ, വേറെ ആരും ഇല്ല ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്. ഈ കണ്ട മുഖങ്ങൾ കുറച്ച് പേരെ മാത്രമേ ഡെയിലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാതൊരു ഇഷ്ടം വന്നേക്കാം. ബിഗ് ബോസ് സീസൺ 7 വീട്ടിലേക്ക് ഓരോ മത്സരാർത്ഥികൾ, ഇതുവരെ ഔട്ടായി പോയിരിക്കുന്ന ഓരോ മത്സരാർത്ഥികളായിട്ട് ഉള്ളിലേക്ക് കയറാനായിട്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു. സരിക, അതോടൊപ്പം തന്നെ അപ്പാനി ശരത്ത്, ഈ പറയുന്ന മുൻഷി രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ ശൈത്യ, ബിൻസി, രേണുസുതി, അങ്ങനെ തുടങ്ങി ഓരോരുത്തരും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് തൊട്ട് ആൾക്കാർ ഉള്ളിൽ കയറി തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് തൊട്ട് ആൾക്കാർ കയറി കഴിഞ്ഞു. നമ്മൾ നാളെ കാണത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന അനുമോളെക്കുറിച്ചും അനീഷിനെ കുറിച്ചും പല ചോദ്യങ്ങളാണ് മീഡിയക്കാര് ഈ പറയുന്നവരോട് ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരുത്തനുണ്ടല്ലോ, ഈ ബിഗ് ബോസ് സീസൺ 2 അകത്ത് ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ മുളക് തെറിച്ചു പോയ ഒരുത്തൻ, അങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് ഈ അനുമോളെ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ആ ഒരു തത്രപ്പാടുണ്ടല്ലോ, അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് നെവിൻ എന്തോ ബ്രില്യൻ്റ് ആയിട്ടാണ് ഗെയിം കളിക്കുന്നത്, നെവിൻ അങ്ങ് പക്ക ഗെയിമറാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോകാം. ഓക്കെ, ആദ്യം അദ്ദേഹം പറയുന്ന കാര്യം കേൾക്കട്ടെ. കഴിയുന്നു 14ാമത്തെ ആഴ്ചയിലേക്ക് കയറാൻ തുടങ്ങുന്നു. ലാലേട്ടൻ ഇപ്പോൾ വന്നു. പ്രേമനാടകങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ അനുമോൾ അതിവിദഗ്ധമായി തന്നെ ആദിലയോടെ കണ്ണാടിയുടെ മുമ്പ് വെച്ച് പറയുന്നുണ്ട്, നോ പറയാൻ നിമിഷം മാത്രം മതി, ഒരുപാട് സമയമൊന്നും വേണ്ടാന്ന്. ലാലേട്ടൻ പറയുന്നു അവർക്ക് ആലോചിക്കാൻ ഒരുപാട് സമയം വേണ്ടേന്ന്. പക്ഷേ മേക്കപ്പ് റൂമിൽ വെച്ച് അനുമോൾ പറയുന്നുണ്ട് ഇതൊക്കെ നോ പറയാൻ നിമിഷം മതി എന്ന്. ദെൻ ഫ്രണ്ടാണ് താലി കെട്ടാൻ താല്പര്യമില്ല എന്ന്. ഞാൻ അപ്പോഴേ നേരത്തെ പറഞ്ഞില്ലേ, ഇത് വെറും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു തരത്തിലുള്ള പ്രണയ നാടകം. ലാസ്റ്റ് മൊമെന്റ് അത് പ്രണയ നാടകം എന്ന് നിങ്ങൾ പറയരുത്. അവര് തമാശയായിട്ട് ഒരു എന്താ പറയാ, അതിൻ്റെ അകത്ത് ഈ പറയുന്ന അനുമോളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനുമോക്ക് ഈ പറയുന്ന അനീഷിനോട് ഒരു ചെറിയ ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനീഷിന് അനുമോള് കാണിച്ച കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അനീഷിന്റെ ഉള്ളിലും അത് റിയൽ ആയിട്ട് തോന്നിയതാണ്. അല്ല ഇങ്ങാര് പറയുന്ന പോലെ ഒരു സംഭവമല്ല. എന്നിട്ട് ഇപ്പൊ ഈ അനുമോള് പറയുന്നല്ലോ, അതായത് അര മിനിറ്റ് പോലും വേണ്ട എനിക്ക് ആ കാര്യങ്ങൾ പറയാനെന്ന്. പക്ഷെ അനുമോൾ എന്തുകൊണ്ട് അനീഷിന്റെ മുമ്പിൽ വെച്ച് ആ ഒരു ഡിസൈഡ് പറഞ്ഞില്ല? ആദിലയോട് കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ ആ ഒരു കാര്യം എന്തുകൊണ്ട് ഈ പറയുന്ന അനീഷിനോട് അന്നേരം പറഞ്ഞില്ല? അത് അവൾക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അവിടെ മനസ്സിൽ അന്നേരം ഈ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ പറയാതിരുന്നത്. പിന്നെ ഈ പറയുന്ന ഈ രഞ്ജിത്ത് പുള്ളിക്കാരൻ പറഞ്ഞ ആ കാര്യത്തെ വേറൊരു രീതിയിലേക്ക് ചിത്രീകരിച്ചിട്ട് നെവിൻ ഒരു ട്രോഫി എന്നുള്ള ഒരു പട്ടത്തിലേക്കാണ് പുള്ളി കൊണ്ടുപോകുന്നത്. എന്തായാലും കൊള്ളാം. അനീഷിനെയും അനുമോളെയും നിങ്ങൾ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിനെ സമ്മതിച്ചെന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ ട്രോഫി തരേണ്ടത്. ഓക്കെ, നിങ്ങൾ പറ. ഓക്കട്ടെ, നല്ല നടക്കട്ടെ. ഏത് വഴിയിൽ പോകും എന്ന് നമുക്ക് കാണാം. ഇതിനു മുമ്പും പല വിന്നർമാരും ഇറങ്ങിയിട്ട് വളരെ ദാരുണമായി പരാജയപ്പെട്ട പോലെ അവസ്ഥകളിലായി പോകുമല്ലോ എന്നോർത്ത് മാത്രമാണ് ദുഃഖം. അതിന്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ പരാജയപ്പെട്ടു പോയെന്നാണോ? നിങ്ങൾ എന്ത് ഈ പറയണം? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ പറ. നെവിനെ അങ്ങോട്ട് പോയെടുത്ത് കേൾക്കട്ടെ. അടുത്തത്, നെവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം നെവിൻ സ്വാർത്ഥനല്ല എന്ന് തെളിയിക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു തീരുമാനമാണ് പുറത്തേക്ക് വീണ്ടും ഓടി കാറിനകത്തുള്ള പണം എടുക്കാൻ 1 മിനിറ്റ് കൊണ്ട് തയ്യാറെന്ന് ഈ അവസാന ആഴ്ചയിൽ പറയുന്നത്. നെവിൻ വിന്നറാകേണ്ട ആളാണ്. എന്നെ സംബന്ധിച്ച് നെവിൻ ആ ഡിസിഷൻ എടുക്കാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് എനിക്ക് തോന്നി. എന്താണ് നാളെ നടക്കാൻ പോകുന്നത്? അല്ല, വിന്നറാകേണ്ട ആളെന്ന് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതിയോ? നിങ്ങളങ്ങ് പറഞ്ഞാൽ മതിയല്ലോ അവൻ അങ്ങ് വിന്നറാകേണ്ട ആളാണ്, അതുകൊണ്ട് അവൻ ആ ഡിസൈഡ് എടുക്കണ്ടായിരുന്നു എന്ന്. അവൻ ആ ഡിസൈഡ് എടുത്തത് അവന് കുറച്ച് പൈസ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചോണ്ടാ, അല്ലാതെ വേറൊന്നുമല്ല. അഥവാ വന്നില്ലേലും പോകുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാ. കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ ഊട്ടി എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് അവൻ അത് എടുത്തത്. അല്ലാതെ ഇങ്ങാര് പറയുന്ന പോലെ അവൻ ബെസ്റ്റ് ഗെയിമറാണ്, ആ ചിന്ത കൊണ്ട് അവൻ എടുത്ത ഡിസൈഡ് തെറ്റായി പോയി, ഞങ്ങളൊക്കെ അവന് വേണ്ടി പണിയെടുക്കുന്നത്, നിങ്ങൾ അവന്റെ PR എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തീരുമാനത്തിൽ നിന്ന് അവന് മാറാൻ പറ്റുമോ? ഓക്കെ, എന്തായാലും നിങ്ങൾ പറ. അറിയില്ല. എന്തായാലും എല്ലാവരും മണി വീക്കിൽ പണം പറക്കിയപ്പോൾ നെവിന് അത് കിട്ടാതെ വന്നതിന്റെ ഫലമായി ലാലേട്ടൻ, ബിഗ് ബോസ് അധികാരികൾ നെവിന് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. നാളെ അത് ചുമ്മാതൊന്നും അല്ലല്ലോ, അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ അത് കിട്ടാതിരുന്നത്. അത് നമ്മളും പറഞ്ഞിരുന്നു അത് ഇച്ചിരി കൂടിപ്പോയെന്ന്. പക്ഷെ അവന്റെ കയ്യിലിരിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അത് മറച്ചു വെക്കല്ലേ കേട്ടോ, അത് മറച്ചു വെക്കരുത്. എന്നിട്ട് നിങ്ങൾ ഇരുന്നിട്ട് തള്ളി വെളുപ്പിക്കുക. ഓക്കെ, കാണാം. അത് പുറത്ത് വെച്ചിരിക്കുന്ന കാറിൽ പണം ഓടിപ്പോയി എടുക്കാനായി 1 മിനിറ്റ് സമയം. നെവിന് വണ്ണമുണ്ട്, ഒരുതരം
സാധാരണ രീതിയിലുള്ള ഓട്ടം പക്ഷേ ഓടും നന്നായി. എന്നാലും കുട്ടികളെ എന്തെങ്കിലും കളിച്ച് അവൻ എപ്പോഴാണ് തീരുമാനം മാറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ ഒരു വിഷമം. പുറത്തായി പോയാൽ വിന്നറാവേണ്ട നെവിൻ അതോടെ ആ ഒരു അവസരം നഷ്ടപ്പെടുത്തിയെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ല, ഇങ്ങനെ എന്ത് പറയുന്നേ? വിന്നർ ആകേണ്ട നെവിൻ പൊട്ടത്തരം കാണിച്ചാൽ അങ്ങനെ ഔട്ടായി പോയാൽ എനിക്ക് മോശമായി പോയി എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. എടാ, വിന്നർ ആകാൻ നിൽക്കുന്ന ഒരുത്തൻ മോശത്തരം അല്ലെ പൊട്ടത്തരം കാണിക്കുമോ? അവൻ നല്ലൊരു ഗെയിമർ ആണെങ്കിൽ അവൻ ആ ഒരു പൊട്ടത്തരം കാണിക്കുമോ? അപ്പൊ ഇങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഒരു മണ്ണാങ്കട്ടയില്ല, ചുമ്മാ വെച്ച് കാച്ചുക. ഇനി അടുത്തതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഫുഡ് കട്ട് തിന്നുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത് അതൊന്ന് കേട്ടു നോക്കി. അയ്യോ, പുറത്ത് നെവിന് വേണ്ടി ഞാൻ ഉൾപ്പെടെ എത്രമാത്രം പേരാണ് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നെവിൻ്റെ പെർഫോമൻസിനെ സാധാ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് നെവിൻ അറിയുന്നില്ല. പക്ഷേ നെവിന് വിജയിയുടെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞല്ല, കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു എന്ന് പറ. അതാണ് അതിന്റെ ഒരു സത്യം. 50 ലക്ഷം അല്ല, മെമൻറ്റോ അല്ല ലക്ഷ്യം. ലാസ്റ്റ് മൊമെൻ്റ് വരെയും കളിക്കണം. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ എൻ്റർടൈൻമെൻ്റ് ആക്കി കൊണ്ടുപോകണം. സ്വാർത്ഥനല്ല. അവൻ ആകെ ആഹാരം കട്ട് തിന്നുന്നു എന്ന് പറയുന്നത് ഒരു തമാശയ്ക്കും രസത്തിന് വേണ്ടി മാത്രമാണ്. അതൊരു ആരോഗ്യമുള്ള പുരുഷൻ്റെ, ഒരു സ്ത്രീയുടെ, ആരോഗ്യമുള്ള കുട്ടിയുടെ ലക്ഷണമാണ് ആഹാരം കാണുമ്പോൾ ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളത്. മറ്റൊന്നും തന്നെ അവൻ അങ്ങനെ ചെയ്യാറില്ല. എന്ത് തെറ്റ് ചെയ്താലും അംഗീകരിക്കുന്ന വ്യക്തിയുമാണ്. അപ്പോൾ നെവിൻ ആരോഗ്യമുള്ള ഒരു ആണിന്റെയും പെണ്ണിന്റെയും ഒരു ആഗ്രഹമാണെന്ന് ആഹാരം കട്ട് തിന്നുന്നത്. എന്തോ ഇത് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്? ഇവനാണോ വിന്നർ ആക്കണോ എന്ന് ഇങ്ങനെ കണ്ടുവെച്ച ക്വാളിറ്റി? ആഹാരം കട്ട് തിന്നുന്നത് മാത്രമേ ഉള്ളൂ അവന്റെ ഒരു ഇതെന്ന്. അത് ആരോഗ്യമുള്ള ഒരു ആണും പുരുഷനും ചെയ്യുന്ന ഒരു വേലയാണെന്ന് ആഹാരം കട്ട് തിന്നുന്നതെന്നാണ് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഈ പ്രേക്ഷക പിന്തുണ നേടിയതെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ പൊട്ടത്തരം അല്ലാതെ ഇങ്ങനെ വായിന്ന് എന്തെങ്കിലും വീഴുവോ? എനിക്കറിയില്ലേ. അനുവിനെയും അനീഷിനെയും ഇങ്ങനെ താറടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പൊട്ടത്തരം പറയുക, എന്നിട്ട് നെവിനെ വെള്ളപൂശാനായിട്ട് എന്താ പറഞ്ഞു വെക്കുന്നത്? ഇങ്ങാർക്ക് നല്ല ബോധമുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ആ സീസണിൽ വെച്ച് ആ പെങ്കൊച്ചിന്റെ കണ്ണി മുളകും തേച്ചിട്ട് ഇറങ്ങി വന്ന ഒരു പുള്ളിയാ. എന്നിട്ടിരുന്ന് ഇങ്ങനെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എന്തുവാ ഇത്? ഇനിയുമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഈ പറയുന്ന അനുമോടെ PR കുറിച്ച് വലിയ ചർച്ചയാണ്. ഇപ്പൊ ഈ മത്സരാർത്ഥികളൊക്കെ ഉള്ളിലേക്ക് കയറുമ്പോഴും അനുവിന്റെ PR തന്നെയാണ് അവരുടെ ചർച്ചാ വിഷയം. ഈ പറയുന്ന ശൈത്യ പറയുന്നു അനുമോള് PR കൊടുത്തിട്ടുണ്ട്, അത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബിന്നി പറഞ്ഞത് ശരിയാണ് എന്ന രീതിയിൽ പറയുന്നു. ബിൻസി പറയുന്നു അത് ഈ പറയുന്ന അനുമോൾ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണേ. പക്ഷേ അനുമോള് പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അനുമോടെ വീട്ടുകാർ പറയുന്നു പൈസയുടെ ഇടപാടൊക്കെ അമ്മയാണ് നോക്കുന്നത്, ഞാൻ അറിഞ്ഞിട്ട് ഒരു പൈസ പോലും ഇവിടെ കൊടുത്തിട്ടില്ല, PR കൊടുത്തിട്ടില്ല, പിന്നെ Instagram ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് അനുവിന്റെ വീട്ടുകാരും പറയുന്നത്. പക്ഷെ ഇവര് ഇതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. പക്ഷേ ഈ പുറത്തു വന്ന ഹോട്ട് സീറ്റ് സരിക, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബിൻസി, എല്ലാവരും ഇവര് സമ്മതിക്കുകയാണ് അനുമോള് PR ബലത്തിലാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി. എല്ലാം കൂടെ ഞാനൊന്ന് ചേർത്ത് വെച്ച് തരാം. ചോദിച്ച് ബിന്നിനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടു. എൻ്റെ അടുത്തും അനു പറഞ്ഞിട്ടുണ്ട്, അവിടെ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. സോ പക്ഷെ അനുവിന്റെ ഫാമിലി അത് മീൻസ് നിഷേധിക്കുന്ന രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട്. അതെനിക്കറിയില്ല എന്താണ് ആണ് നമ്മുടെ പറഞ്ഞതാണ്. ഇപ്പൊ കൃത്യമായിട്ട് 16 പുറത്തുള്ള ഞങ്ങളും അകത്തുള്ള ബിന്നി ഉൾപ്പെടെ എല്ലാവരും പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയല്ലേ. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. എന്നാലും അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കേട്ടല്ലോ. അപ്പൊ ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുമോള് PR ബലത്തിലാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, കപ്പ് കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ പറയാം PR കൊണ്ടാണോ ജയിച്ചതെന്നുള്ള കാര്യം ഞങ്ങൾ പറയാമെന്നൊക്കെ ഈ ശൈത്യ പറയുന്നുണ്ട്. ശൈത്യ കൂട്ടുകാരി എന്നൊക്കെയാണ് പറയുന്നത് അനുമോടെ. പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ലെവലിലാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി അനുമോള് പറഞ്ഞിട്ടുണ്ടോ? അനുമോള് തന്നെ പറയുന്നു വെട്ടിത്തുറന്ന്, ഞാൻ 16 ലക്ഷം രൂപയുടെ, ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 16 ലക്ഷം രൂപയുടെ PR കൊടുക്കാമെങ്കിൽ അനുമോക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെയെന്ന്. ആ പെങ്കൊച്ചു വന്നത് ഫെയിമിന് വേണ്ടിയല്ല, ആ കൊച്ചു വന്നത് കാശിന് വേണ്ടിയാണ്. അപ്പൊ കാശ് കളഞ്ഞിട്ട് ആ കൊച്ചു അത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. അപ്പൊ ചുമ്മാ വന്നിരുന്ന് ഇവർ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തു പോകുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ്. തോൽവി സമ്മതിക്കുക, തോറ്റു എന്നുള്ള ഒരു സമ്മതിക്കാനുള്ള ഒരു മനസ്സ് ഇവർക്ക് ആർക്കും ഇല്ലെന്നുള്ളതാണ്. അതാണ് അതിന്റെ സത്യം. ഇനി ഈ അനീഷും അനുമായിട്ടുള്ള കോംബോ, അതിനെക്കുറിച്ച് ഈ പറയുന്ന ബിൻസി പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കി. അനീഷേട്ടന്റെ പ്രപ്പോസൽ അത് കണ്ടിട്ട് ഉള്ളിൽ നിന്ന് വന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം അനീഷേട്ടൻ കണ്ടന്റിന് വേണ്ടി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുടെ ഉള്ളിൽ നിന്ന് വന്നതായിരിക്കും. കാരണം ആൾക്കൊരു ബ്ലഷ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം കണ്ട അനീഷയല്ല, അനീഷ് മാറി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതെ, കറക്റ്റാണ്. ആ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. അനീഷിൽ ഒത്തിരി മാറ്റം സംഭവിച്ചു. അനീഷ് ആ ഒരു ചോദിച്ച സമയത്ത് പുള്ളി നാണം ഉണ്ടായിരുന്നു. അതെല്ലാം ഈ പറഞ്ഞ ബിൻസി പറഞ്ഞത് സത്യം തന്നെയാണ്. അത് നമുക്ക് ഒരു എതിരഭിപ്രായവുമില്ല. ബിൻസി ഓക്കെ. ഇനി ഇതേ കാര്യം തന്നെ ഈ പറയുന്ന ശൈത്യ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കണ്ടേ? ഇത് ശരിക്കും അനീഷിന്റെ ഒരു വജ്രായുധമാണോ അവസാനമായപ്പോഴത്തേന്? എനിക്കറിയത്തില്ല. ലവ് സ്ട്രാറ്റജി പേഴ്സണൽ കാര്യമല്ലേ, എനിക്ക് പേഴ്സണൽ കാര്യമൊന്നും എനിക്കറിയില്ല. ഫീൽ ചെയ്തത് അതിലൊരു ഗെയിം പ്ലാൻ ആയിട്ടൊക്കെ തോന്നിയോ തമ്മിലുള്ള സംഭാഷണമൊക്കെ കാണുമ്പോൾ? അങ്ങനെ ചോദിച്ചാൽ ചില സമയത്ത് ഒറിജിനൽ എന്ന് തോന്നും, ചില സമയത്ത് ഫേക്ക് ആണോ എന്നൊരു ഡൗട്ട്.
എന്തായാലും ഒറിജിനൽ ആണെങ്കിൽ അത് നമുക്ക് നടത്തി കൊടുക്കാം. ആ ചിലപ്പോഴൊക്കെ ജെന്യൂൻ ആണെന്ന് തോന്നി, ചിലപ്പോഴൊക്കെ അത് ഫേക്ക് ആണെന്ന് തോന്നി. അഥവാ അങ്ങനെയാണെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം എന്ന രീതിയിലാണ് ഇവിടെ ശൈത്യ പറയുന്നത്. എന്തായാലും നല്ല കാര്യം, അത് നല്ല രീതിയിലുള്ള മറുപടി തന്നെയാണ് ഈ പറയുന്ന ശൈത്യ കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ പറയുന്ന അനുവിന്റെ ഫ്രണ്ടായിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയും പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. അല്ല ഇപ്പൊ പക്ഷെ അനീഷാണ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു ആരെയും വിചാരിക്കുമായിരുന്നു. അനീഷ് ഒരുപാട് മാറിപ്പോയി. എന്റെ 15-ാം വയസ്സിൽ അനീഷേ അല്ല ഇപ്പൊ. അങ്ങനെയല്ല, പിന്നെ നമുക്ക് ഈ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് എനിക്ക് 100% എനിക്കറിയാം. എന്താ പറയാ, അനുവിന്റെ കോൺസെപ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്ത്രീ വിരോധിയായിട്ടുള്ള ഒരാൾ പിന്നെ 100 ദിവസം ഒരു വീട്ടിൽ നിൽക്കല്ലേ, വേറെ ആരും ഇല്ല ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്. ഈ കണ്ട മുഖങ്ങൾ കുറച്ച് പേരെ മാത്രമേ ഡെയിലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാതെ ഇഷ്ടം വന്നേക്കാം. മുൻ ബിഗ് ബോസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ആ ഒരു പരിചയം വെച്ചിട്ട് ഒരു ഇഷ്ടം, ഒരു കെമിസ്ട്രി അവരുടെ മാച്ച് ആയിട്ട് വരുമ്പോഴേ ഉള്ളിന്റെ ഉള്ളിൽ അനീഷിനൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുറ്റം പറയാൻ പറ്റുമോ? അത് സ്ത്രീ വിരോധിയാണെന്ന് അങ്ങനെ അനീഷ് പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ വിരോധിയാണെന്ന് അനീഷ് അതല്ല പറഞ്ഞ. ഡൈവോഴ്സുകൾ കൂടുന്നു, ആ ഒരു വിഷയത്തെയാണ് അദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സ്ത്രീ വിരോധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ആക്കിയെടുക്കുന്നതാണ്. അല്ലാതെ ഈ മറ്റേ മീഡിയക്കാർ ഓരോന്ന് പറയുന്നതിനനുസരിച്ച് ലക്ഷ്മി നക്ഷത്രയെ പോലുള്ള ആൾക്കാരൊന്നും അങ്ങനെ പറയരുത്. അതാണ് അതിന്റെ ഒരു സത്യം. പിന്നെ അനീഷിന് ഇഷ്ടം തോന്നും, 100 ദിവസം അവിടെ നിന്നു. അതോടൊപ്പം തന്നെ ഈ അനുമോടെ ഓരോ പ്രവൃത്തികൾ കണ്ടപ്പോൾ അനീഷ് ആ ഇഷ്ടം തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്ത് പറയാ, വേറെ രീതിയിലൊന്നും അത് അല്ല. പിന്നെ ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രം തന്നെ പറയുന്നുണ്ട്, അനുമോടെ ഇഷ്ടങ്ങളെ കുറിച്ച് ഞങ്ങൾക്കറിയാം, ഇങ്ങനെയൊന്നും ഉള്ള ആളെ അല്ല ഇഷ്ടമെന്നൊക്കെ ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രം പറയുന്നുണ്ട്. എന്നാൽ അനുമോള് തന്നെ അനുമോടെ ആ ഇഷ്ടത്തിലുള്ള ആ ഒരു കാമുകൻ അല്ലെ കല്യാണം കഴിക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കണമെന്ന് അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. നമ്മൾ കല്യാണം കഴിക്കുന്ന ഒരാള് നല്ല മനസ്സിന്റെ ഉടമയായിരിക്കണം. നമ്മളെ ഭയങ്കര എന്തോ പണ്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ കൊഞ്ചിക്കാനല്ല, നമ്മളിങ്ങനെ ഹഗ് ചെയ്യുമ്പോൾ പുള്ളിയുടെ ഹാർട്ട് ബീറ്റ് എനിക്ക് എന്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കണം. എനിക്ക് പ്രധാനമായിട്ട് വേണ്ടത് എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെയൊന്നുമില്ല, ആർട്ടിസ്റ്റ് ആയാലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കുഴപ്പമില്ല. ഏകദേശം ഈ വർഷം തന്നെ കല്യാണം കഴിക്കുന്നുണ്ടോ? എനിക്ക് മുമ്പ് എനിക്ക് കല്യാണം കഴിക്കുന്ന അത്ര വലിയ താല്പര്യമില്ല. ഇപ്പൊ എനിക്ക് എന്തോന്നറിയില്ല, കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബിനി ആവണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ഫീൽഡിൽ നിൽക്കണം. നല്ലൊരാളെ അനുക്കുട്ടിയെ പോലെ നോക്കാൻ പറ്റുന്ന ഒരാളെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. കേട്ടല്ലോ, അനുമോടെ ആഗ്രഹം അതൊക്കെയാണ്. അനുമോളെ നല്ല രീതിയിൽ നോക്കുന്ന ഒരാള്, അനുമോളെ സ്നേഹിക്കുന്ന ഒരാള്. അത് ഈ സിനിമ ഫീൽഡിൽ വേണമെന്നൊന്നുമില്ല, സീരിയൽ ഫീൽഡിൽ വേണമെന്നൊന്നുമില്ല എന്നൊക്കെ അനുമോളെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം അനുമോൾ പറഞ്ഞത്, ഈ നെഞ്ചിലേക്ക് തല ചായ്ക്കുമ്പോൾ നെഞ്ചിടിപ്പ് കേൾക്കണമെന്നൊക്കെ. അതൊക്കെ എന്ത് ലോജിക്കാന്ന് അറിയത്തില്ല. എന്തായാലും അനുമോടെ ആഗ്രഹങ്ങളാണ്, ഞാൻ ആരും കുറ്റം പറയത്തില്ല. കാരണം അത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട്. അത് തന്നെയാണ് അനീഷിന് തോന്നിയത്. അനീഷിന്റെ വികാരം, അനീഷിന്റെ കാര്യങ്ങൾ അനീഷ് തുറന്നു പറഞ്ഞു. അതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അനീഷിനെയും അനുമോളെയും മോശക്കാരാക്കുന്ന പലരുമുണ്ട്. അനീഷിനെയാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് പോകുന്നത്, അനുമോളെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അനുമോളുടെ ഭാഗത്ത് പറ്റിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഈ ഒരു കാര്യത്തിലേക്ക് അനീഷിനെ കൊണ്ടുവന്ന് എത്തിച്ചത് അനുമോളാണ്. അപ്പൊ എന്നിട്ട് ഈ അനുമോള് പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞ് അതിൽ നിന്ന് അങ്ങ് വിട്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആൾക്കാർക്ക് അത് തോന്നും. അത് മാത്രമല്ല, അനീഷിനെ മണ്ടനെന്നും പൊട്ടനെന്നും അതോടൊപ്പം തന്നെ അനീഷ് ഇങ്ങനത്തവനാണെന്നൊക്കെ പറഞ്ഞ് കോമാളിയാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്ന് അറിയത്തില്ല. എന്തുമായാലും ഔട്ടായ കണ്ടസ്റ്റന്റ് ഒക്കെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറുന്നു. അത് മാത്രമല്ല, ഇന്ന് എവിഷൻ ഉണ്ട്. എവിഷനിൽ സാവുമാനാണ് പുറത്തേക്ക് പോകുന്നത്. ഒരു എവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്നിട്ട് കാണാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും